എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇന്ന എക്സാം പാസ്സായി ഇനി എന്തൊക്കെയാ വേണ്ടി വരിക, അതിനൊക്കെ നിങ്ങൾ അങ്ങനെ മറുപടി കൊടുക്കുകയാണോ ചെയ്യാറുള്ളത്, അതോ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണോ ചെയ്യാറുള്ളത്? നമ്മൾ കോൺടാക്ട് നമ്പർ അതിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എൻക്വയറി വരുമ്പോൾ നമ്മൾ ഒന്നിലേക്ക് ദേവിക ഡയറക്റ്റ് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് ടീം ഡീറ്റെയിൽ ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ചിലവർ വീഡിയോസിൽ താഴെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ വേണം, MSc നഴ്സ് ഫോർ എക്സാമ്പിൾ MSc നഴ്സിംഗ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ മാക്സിമം ഓഡിയൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മളത് ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. മനസ്സിലായി. +2 കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരിട്ട് അവിടെ പോയി പഠിക്കുന്നതാണോ നല്ലത്, അതോ നമ്മൾ ഇവിടെ പഠിച്ച് ഇവിടുന്ന് എക്സ്പീരിയൻസോട് കൂടി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ നല്ലത്? +2 കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഏത് കൺട്രിയാണോ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ നമ്മുടെ ഇവിടെ നാട്ടില് +2 കഴിഞ്ഞു, ഇവിടെ ഡിഗ്രി ഏത് ഡിഗ്രി ആണെങ്കിലും ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള സാലറി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും പുറത്തുപോയി പഠിക്കുന്നത്. അവിടെ ആവുമ്പോൾ ബെറ്റർ ലൈഫ്, സാലറി, പിന്നെ ഫുൾ നമുക്കിപ്പോ PR കിട്ടി സെറ്റിൽ ആവാൻ പറ്റുന്ന കൺട്രിയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിനേലും കുറച്ചുകൂടെ ബെറ്റർ പുറത്ത് തന്നെയാണ്. അപ്പൊ എക്സ്പെൻസ് കൂടുതലായിരിക്കില്ലേ? കാരണം നമ്മൾ ഇവിടെ ഒരു BSc നഴ്സിംഗ് പഠിക്കുന്ന ചെലവായിരിക്കില്ലല്ലോ ഓസ്ട്രേലിയയിൽ പോയി ഇതേ കോഴ്സ് പഠിക്കാന്ന് പറയുന്നത്. അതെ, ഫിനാൻഷ്യലി ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരൻസിന്റെ ഇൻകം ഒക്കെ അതിൽ വാലിഡേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അവിടെ പോയി പഠിക്കുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമുക്ക് ലിവിങ് എക്സ്പെൻസിനുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ RN ആയിട്ട് രജിസ്ട്രേഷൻ ഉറപ്പാണ്.